നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ, എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാ മതി. ദേഹാസകലം നല്ല വേദനയാ. അതിന് നീ ശയന പ്രദക്ഷിണ ഒന്നും പൂർത്തിയാക്കിയില്ലല്ലോ. പാതി വഴി വെച്ച് നിർത്തിയില്ലേ? അപ്പോഴേക്കും വേദനയായോ? ഇക്കണക്കിന്റെ ദേവി എത്രമാത്രം വേദന അനുഭവിക്കണം. എവിടെ പോന്ന കാര്യം പറയുന്നത്? വിദേശത്ത് എവിടെയെങ്കിലും മുത്തശ്ശ. അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാ ഞാൻ പോവും മുത്തശ്ശ. അതിനു വേണ്ടിയുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാ ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയാ പിന്നെ എന്നെ കൊണ്ട് ഒരു പ്രശ്നവും ആർക്കും ഇവിടെ ഉണ്ടാവില്ലല്ലോ. മോളെ, നീ ഇവിടുന്ന് പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ചേച്ചി എന്നെ കല്ലിലും മണ്ണിലും ഒന്നും അല്ലല്ലോ സൃഷ്ടിച്ചത്. എനിക്ക് ഒരു മനസ്സില്ലേ? ചേച്ചി അത് കാണുന്നില്ല. ഓക്കെ അല്ലേ? അല്ല, നിങ്ങളിതെന്താ ചെയ്യുന്നേ? നീ കാണുന്നില്ലേ, ഈ ഫോട്ടോസൊക്കെ സിദ്ധുവിന് വേണ്ടിയാ ചുമര് തൂക്കുന്നത്. ഇതെല്ലാം ഇവിടെ വേണമെന്നാ യാമിനി പറയുന്നത്. എന്റെ യാമിനി, സിദ്ധുവിന് ഈ ഫോട്ടോസ് ഒന്നും അല്ല താല്പര്യം. അവനിഷ്ടം പാവകളാ. പാവക്കുട്ടികളോട് കളിക്കുന്നതാ അവന്റെ പ്രധാന വിനോദം. മഹിയേട്ടനതറിയാലോ. ഇനി ആ വിനോദമൊന്നും വേണ്ട. ദേ, ഇപ്പോൾ മുതൽ പാവക്കുട്ടികളൊന്നും ഈ മുറിയിൽ പാടില്ല. സിദ്ധാർത്ഥന് അസുഖം സംഭവിക്കുന്നതിന് മുമ്പുള്ള അവന്റെ ചിത്രങ്ങളായിരിക്കണം ഇവിടെ വേണ്ടത്. ഈ ഫോട്ടോകൾ സിദ്ധു ശ്രദ്ധിക്കണം. ദേ, ഈ ഫോട്ടോ കണ്ടില്ലേ? സിദ്ധാർത്ഥ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ദേ, ഈ ഫോട്ടോ കണ്ടില്ലേ? സിദ്ധാർത്ഥൻ അവാർഡ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടാ ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോസ് നിരന്തരം കാണുമ്പോ സിദ്ധുവിന് പഴയ ഓർമ്മകൾ തിരികെ വരാനും അതിലൂടെ അവന്റെ അസുഖം മാറാനും സാധ്യതയുണ്ട്. ശരിയാ, അതിനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. അത് ശരിയാ ജാനകി. അതെ ജാനകി, ഞാൻ തൽക്കാലം തറവാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങാനാവൂ. അപ്പൊ യാമിനി കല്യാണത്തിനില്ലേ? അത് ചില തിരക്കുകളൊക്കെ ഉണ്ട്, നോക്കട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഹായ് ഹായ്, കൊള്ളാലോ. ദേ നോക്ക്. അച്ഛാ, ഇത് ഞാനല്ലേ? സിദ്ധു, മോനി ഫോട്ടോസ് ഒക്കെ ഇഷ്ടായോ? അത് ഞാനാണ് അച്ഛാ. ആ, അത് മോൻ തന്നെ. കൊള്ളാലോ. ജാനകി, സിദ്ധുവിനെ കിടത്തി ഉറക്കി. സിദ്ധു, ഉറങ്ങണ്ടേ? ആ, ഉറങ്ങണം. എന്നാ വാ. ഇതിവിടെ വെക്കട്ടെ. മോൻ കണ്ണടച്ച് കിടന്നോണോട്ടോ.
മുത്തശ്ശ, ആന്റി, എല്ലാരും വന്നേ, അത്താഴം കഴിക്കാം. ആ ഞാനിതാ എത്തി. ആ മുത്തശ്ശ ഇരിക്കട്ടോ, ഞാൻ വിളമ്പിത്തരാം. അവരോട് വരട്ടെ, എന്നിട്ട് വിളമ്പിയാ മതി. അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശൻ കഴിക്കേ. ആഹാ, മതി മതി. അമ്മ, എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാ മതി. ദേഹം ആസകലം നല്ല വേദനയാ. അതിന് നീ ശയനപ്രദക്ഷിണം ഒന്നും പൂർത്തിയാക്കിയില്ലല്ലോ. പാതി വഴി വെച്ച് നിർത്തിയില്ലേ? അപ്പോഴേക്കും വേദനയായോ? ഇക്കണക്കിന്റെ ദേവി എത്രമാത്രം വേദന അനുഭവിക്കണം. ദേവിയല്ലേ നിനക്ക് പോലെ അവിടെ ശയന പ്രദർശനം നടത്തിയത്? എന്നിട്ട് അവൾക്ക് വല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? നിനക്ക് വല്ല പ്രയാസവും ഉണ്ടോ മോളെ? കേട്ടില്ലേ? ഭക്തിയോടെയും വിശ്വാസത്തോടെയും ശയന പ്രദർശനം നടന്ന ഒരാൾക്ക് ഒരു പ്രയാസവും ദേവീ ദേവന്മാര് വരുത്തത്തില്ല. താല്പര്യമില്ലാതെ ശയന പ്രദർശനം നടത്തിയാലേ ഇതായിരിക്കും അനുഭവം. അല്ലെങ്കിൽ തന്നെ ഇവളാകെ മനപ്രയാസത്തില. ഇനി അച്ഛനായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇവളുടെ വിഷമം കൂട്ടാൻ നിൽക്കണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. ആ, ഇരുന്ന് ആഹാരം വല്ലതും കഴിക്കും. ഇരുന്നു, അമ്മ വാരിത്തരാട്ടോ. ആ മോളെ, വിളമ്പിക്കട വിളമ്പിക്കട. അതിങ്ങെടുത്തേ. അമ്മ കുറച്ച് മതി. ആ ആ കഴിക്കും. ഗോപിക വന്നില്ലല്ലോ മുത്തശ്ശ. പറഞ്ഞ പോലെ അവളെന്താ വരാത്തെ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. മതി അമ്മ. ആ ആ ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.